മറ്റത്തൂർ പഞ്ചായത്തിൽ വിമതനെ ഒപ്പം കൂട്ടാൻ കോൺഗ്രസ് ശ്രമിച്ചത് ബി.ജെ.പി. സഖ്യമുണ്ടെന്ന് പറഞ്ഞാണെന്ന് ആരോപണം. കെ.പി. ഔസേപ്പിന്റെ പിന്തുണ തേടാനെത്തുന്ന കോൺഗ്രസ് നേതാക്കളുടെ വീഡിയോ എൽ.ഡി.എഫ് പുറത്തുവിട്ടു. ഇപ്പോൾ ഈ കെ.പി. ഔസേപ്പ് സംസാരിക്കുന്നുണ്ട്. തത്സമയത്തിലേക്ക് പോവുകയാണ് നമ്മൾ. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോട് കടപ്പാടുള്ളത് കൊണ്ടാണ് നേതൃത്വവുമായിട്ട് ഇന്നത്തെ ഈ ഒരു ആരോപണം ഏൽക്കേണ്ടി വന്നത്. ആരോപണം വേറെ ഒന്നുമല്ല, ഈ കഴിഞ്ഞ 23-ാം തീയതി രാത്രി 9:04 ഇതിൽ പറയുന്ന നേതാക്കളായ 5 പേര് എൻ്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. അതിൻ്റെ വിഷ്വൽ പരിശോധിക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അതിൻ്റെ തെളിവുണ്ട്. ഇവിടെ സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന CCTVയിലെ ദൃശ്യങ്ങളാണ്. അവർ വന്ന് ആവശ്യപ്പെട്ടത്, ഔസേപ്പെ നീയാണ് UDFന്റെ ലീഡറായിട്ട് നിന്നെയാണ് ഞങ്ങൾ കാണുന്നത്, ഒപ്പം നിൽക്കണം, കൂടെ നിൽക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു കൂടെ നിൽക്കാൻ എനിക്കൊരു തടസ്സമില്ല, പരാതിയുമില്ല. പക്ഷേ നിലവിൽ ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, പാർട്ടി എന്നെ പുറത്താക്കിയിട്ടുള്ളതാണ്. അപ്പോൾ മുന്നേ തന്നെ അകത്താക്ക്, എന്നിട്ട് വേണ്ട ഈ ഒരു ചർച്ചയിലേക്കൊക്കെ പോകണ്ടേ. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അരമണിക്കൂറിനുള്ളിൽ പുറത്താക്കാൻ കഴിച്ച ആ വ്യഗ്രത നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് 20 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉണ്ടായില്ല. അപ്പൊ അത് മുന്നേ അത് നടപടി എടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അവരത് ഏറ്റോളാം എന്നുള്ള ഉറപ്പിലാണ് പറയണേ, നീ കൂടെ നിന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കൊള്ളാം. അപ്പൊ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാരണം നിലവിൽ കോൺഗ്രസിന് 8 ഉണ്ട്, LDFന് 10 ഉണ്ട്, 4 BJP ഉണ്ട്, 2 സ്വതന്ത്രരുണ്ട്. ഈ 2 സ്വതന്ത്രർ UDFന്റെ കൂടെ കൂടിയാൽ 10 അംഗങ്ങളാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല നമ്മൾ ഭരിക്കും. ഞാൻ ചോദിച്ചു അതെന്തൊരു, എനിക്ക് മനസ്സിലാവില്ല, അത് എന്ത് ഫോർമുലയാണ്, നമ്മൾ ഭരിക്കുന്ന ഉറപ്പ് പറയാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു BJP നമുക്ക് വോട്ട് ചെയ്യും, അപ്പൊ അതുകൊണ്ട് നീ കൂടെ നിൽക്കണം, നീയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ അത് ഒരു ശരിയായൊരു നടപടിയാണോ, നമ്മളുടെ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ TM ചന്ദ്രൻ എന്ന് പറയുന്ന DCC സെക്രട്ടറി പറഞ്ഞത്, അത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്, നീ കൂടെ നിന്നാ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എൻ്റെ വാർഡിലെ ഇപ്രാവശ്യം ഞാൻ 3ാമത്തെ പ്രാവശ്യം മത്സരിക്കുന്നത്. ഇപ്പൊ മത്സരിക്കുന്ന വാർഡ് ഞാൻ താമസിക്കുന്ന വാർഡോ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച വാർഡോ അല്ല, അതിൻ്റെ അപ്പുറത്തുള്ള വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. ആ വാർഡിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വിഭാഗങ്ങളും എന്നെ ഈ സ്വതന്ത്രനായിട്ട് സ്വീകരിച്ചത് ഞാനൊരു മത അധിഷ്ഠിതമായിട്ടുള്ള ഒരു കക്ഷിയിലും കൂടെ നിൽക്കില്ല എന്ന് കൃത്യമായിട്ട് തന്നെ എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണ്. ഒരു വർഗീയ കക്ഷിയുമായിട്ട് ഒരു കൂട്ടും ഞാൻ കൂടില്ല എന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ അവരോട് ഒരു വോട്ട് ചോദിച്ചത്. അത് അവര് എന്നെ വിശ്വാസത്തിലെടുത്തിട്ടാണ് എനിക്ക് അവർ വോട്ട് നൽകിയത്. അവർക്കോട് കൊടുത്ത ആ വാക്ക്, ആ വിശ്വാസം ഇപ്പോഴും നിലനിർത്തുന്നു, ഇനിയും അത് തന്നെ നിലനിർത്തിപ്പോകും. ഒരു പക്ഷേ എനിക്ക് അവർ പറഞ്ഞപ്പോൾ ഒന്ന് മൂളി കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് മറ്റത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയാനെ എന്ന് വേണമെങ്കിൽ ഒരു ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്താൽ മതി. പക്ഷെ ഞാൻ എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിത്വത്തിലും അല്ലെങ്കിൽ എൻ്റെ നിലപാടിലും ഉറച്ചു നിൽക്കുകയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. അത് തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ ഇദ്ദേഹത്തിനോട് ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റിനെ ഞങ്ങൾ മാറ്റും, പ്രസിഡന്റ് സ്ഥാനാർത്ഥിനെ ഞങ്ങൾ മാറ്റും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കൊരു പരാതിയില്ല, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ആക്കാം, പക്ഷെ ഈ ഒരു കൂട്ടുകെട്ടിന് എന്നെ കൂട്ടുണ്ടാകും. ഇതാണ് ഇതിന്റെ കാതലായിട്ടുള്ളൊരു വിഷയം. ഇതിന് ശേഷമാണ് ഇവര് വേറൊരു സ്വതന്ത്രയെ കണ്ടെത്തിക്കൊണ്ട് മുന്നിൽ നിർത്തി. കാരണം അവർക്ക് അറിയാലോ 4 പേര് BJPക്കാർ വോട്ട് ചെയ്യാമെന്ന ഒരു ഡീല് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോ ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും അറിയാം. ആ BJPയുടെ ഒരു നേതാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ചാനലുകളിലൊക്കെ കൊടുത്തിട്ടുള്ള അതിൽ ജില്ലാ നേതൃത്വം മണ്ഡല നേതൃത്വമൊക്കെ ആയിട്ട് ഞങ്ങൾ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവര് വന്ന വേറെ ചിലർ പറയുന്നുണ്ട് ഹാളിന്റെ ഉള്ളിൽ കടന്നപ്പോഴാണ് ഇവർക്ക് ബോധോദയം ഉണ്ടായത്, അങ്ങനെയാണ് ഇവർ ഡീൽ ഉണ്ടാക്കിയെന്ന് പറയും. എന്താവട്ടെ, ജനങ്ങൾക്ക് അവിടെ അറിയാം. എന്നെ കുറിച്ച് അവർ പറഞ്ഞു നടക്കുന്ന ആക്ഷേപങ്ങൾ ഔസേപ്പുകാരനാണ്, ഞങ്ങൾ ഇങ്ങനെ ട്രൗസർ കാക്കിയാക്കിയ എന്നൊക്കെയാണ് പറയണേ. അത് എന്ത് പറഞ്ഞാലും അത് എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. കാരണം ഇവരൊക്കെ പാലം വെച്ച് BJPയിലേക്ക് പോകാൻ
കരാറ് എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ആളാണ് ഈ ടി എം ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നതിനേലും കുറച്ചും കൂടി സ്വാധീനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആളുകളെ കൂടി കൂട്ടി പോകാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ളത്. എന്നെ അതിന് കിട്ടില്ല എന്ന് കണ്ടതുകൊണ്ടാണ് എനിക്കെതിരെയുള്ള ഈ ആരോപണങ്ങളൊക്കെ. അത് ഇന്നലെ മിനിഞ്ഞാന്ന് തുടങ്ങിയതല്ല. 2010 ഞാൻ മത്സരിക്കുമ്പോൾ അന്ന് ഞാൻ 404 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച്, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച്. അന്ന് എനിക്കെതിരെ നിന്നാർന്നത് ഈ പറയുന്ന ആളുടെ ഭാര്യയുടെ സഹോദരനായിരുന്നു. ആളെ തോൽപ്പിച്ച് അന്ന് മുതൽ തുടങ്ങിയതാണ് എന്നോടുള്ള ഈ വൈരാഗ്യം. അത് കഴിഞ്ഞ ടൈമിൽ മത്സരിക്കാൻ വേറൊരു വാർഡിൽ പോയി എന്നോടൊന്ന് മത്സരിക്കാൻ പറഞ്ഞു. അവിടെ വേറെ ആളില്ല, ഔസേപ്പ് അവിടെ പോയി മത്സരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി മത്സരിച്ചു. ആള് വിചാരിച്ച് ഞാൻ തോൽക്കുന്നു. അവിടെ ജനങ്ങൾ എന്നെ ഏറ്റെടുത്തു, ഞാൻ ജയിച്ചു. അപ്പൊ ഇപ്രാവശ്യം സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിക്കണമെന്ന് നിർബന്ധം പിടിച്ചതിൽ ഒരാൾ ഇദ്ദേഹം തന്നെയായിരുന്നു. അവിടെയും ഉറപ്പായിട്ട് തോൽക്കുന്ന കരുതിയിരുന്ന ആള്. പക്ഷെ എന്തോ അത് റിസൾട്ട് നമ്മുടെ കൗണ്ടിങ് ഹാളിൽ വെച്ച് എനിക്ക് മുൻപ് ഒരാളുടെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചെടുത്ത് പൊക്കി ആ സന്തോഷം ആൾ പങ്കുവെച്ചു. ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു കൈ തന്നു മാത്രം അതിലൊതുങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ജയിക്കുന്ന ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന്. ഇത്തരത്തിലാണ് ഇദ്ദേഹം എന്നോടുള്ള സമീപനങ്ങളായി പോന്നിരുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് എനിക്കെതിരുള്ള ഈ ആരോപണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. BJP ആയിട്ടുള്ള ഒരു കൂട്ട് ഇനിയും ഉണ്ടാവില്ല, ഇന്നലെയും ഉണ്ടായിട്ടില്ല. BJPയുടെ നേതാക്കൾ പലരും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഞാൻ ഒരാളുടെ ഫോണും ഇതുവരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒരാളായിട്ട് ഒരു സംസാരം ഉണ്ടായിട്ടില്ല. കാരണം എലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഇവരെന്നെ വിളിക്കുന്നുണ്ട്. ഇല്ലില്ല, അതായത് BJPയിൽ ഇപ്പൊ ഈ ജയിച്ച അതുൽ കൃഷ്ണ, സുനിൽ കുമാർ, പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പല ഏജന്റുമാര് പോലെ പ്രവർത്തിക്കുന്ന പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ സമ്മതിച്ച് തന്നാൽ മതി, കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതുൽ കൃഷ്ണൻ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. അതുൽ കൃഷ്ണന്റെ ഫോൺ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ നമ്പർ കണ്ടപ്പോൾ ഞാൻ പിന്നെ, കാരണം എന്തെങ്കിലും ഒന്ന് പറയണം. ഇവരൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് സേവ് ചെയ്ത് നാളെ അത് മറ്റേ പുറത്ത് പല ആളുകളും ഇല്ല 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 ഞാൻ എന്നെ നേരിട്ട് ചന്ദ്രൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചന്ദ്രനോട് ചോദിക്കുകയാണ്, നമ്മൾ ഭരിക്കുമെന്ന ആൾ ഉറപ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് അത് എങ്ങനെയാണ് അത്. അപ്പോഴാണ് ആള് പറയുന്നത് BJPക്കാര് നമുക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ കൈപ്പത്തിയിൽ മത്സരിച്ച 3 പേര് BJP സ്ഥാനാർത്ഥികളെ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞു. 3 തരത്തിൽ. അതേപോലെ തന്നെ ഔസേപ്പ് വലിയ പൈസ വാങ്ങിക്കാണ് CPM-ന് 3 മാറ്റുന്നത്. അങ്ങനെ BJPക്കാരുമായിട്ട് കൈപ്പത്തിയിൽ മത്സരിച്ച ഔസേപ്പയുടെ വാർഡ് ഉൾപ്പെടെ BJPക്ക് വേണ്ടി വർക്ക് ചെയ്ത് BJPയിലേക്ക് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്ന ഈ എന്റെ വാർഡിലുള്ള ഒരു വ്യക്തി, ഒരു സജീവ് കുമാർ എന്ന് പറയുന്ന ആളാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു വോയിസ് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സമയത്താണോ അതിന് മുൻപേ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ ജയിക്കുള്ളൂ, വേണമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബെറ്റ് വെച്ചോ, ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് ബെറ്റ് വെക്കാം എന്നുള്ള ഒരു വോയിസ്. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് ഇലക്ഷനുമായിട്ടുള്ളതാണോ അത് അതിന് മുൻപുള്ളതാണോ എന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹം എനിക്കൊരു എതിരാളി ആയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കമന്റുകൾക്കും ഞാൻ ചെവി കൊടുത്തിരുന്നില്ല. കാരണം നമുക്ക് ൂരിലെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച KR ഔസേപ്പ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഒപ്പം ഒരു വീഡിയോ ദൃശ്യവും പുറത്തുവിടുന്നുണ്ട്. പിന്തുണ തേടി കോൺഗ്രസ് നേതാക്കൾ പാതിരാത്രിയിൽ തന്നെ കാണാൻ എത്തി എന്നാണ് പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ അത് കാണാനും കഴിയുന്നുണ്ട്. സൂരജ് സജിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. സൂരജ്, ഇപ്പോൾ CPIM പറയുന്ന ആരോപണങ്ങൾ, അതായത് അവരാ ഒരു വല്ലാത്ത രീതിയിൽ അത് പ്രതിഷേധവും പ്രചരിപ്പിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും കണ്ട കാര്യം കോൺഗ്രസ് BJPയിലേക്ക് ചേക്കേറുന്നത് അത് തന്നെയാണ്. കേരളത്തിൽ ഇപ്പോൾ അത് ആവർത്തിക്കുകയാണ് മറ്റത്തൂരിൽ എന്ന് പറയുന്നു. ഈ ദൃശ്യങ്ങൾ, അതുപോലെ നമ്മുടെ KR ഔസേപ്പ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ആരോപണം ശരിവയ്ക്കുന്നു എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ത്തിലെത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ KR ഔസേപ്പും അതോടൊപ്പം തന്നെ LDF പ്രവർത്തകരും പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 23-ാം തീയതി
രാത്രി 9 മണിയോടുകൂടിയാണ് ഈ KR ഔസേപ്പിന്റെ വീട്ടിൽ ഈ സംഘം എത്തുന്നത്. അതിൽ 5 പേരുണ്ടായിരുന്ന DCC നടപടി സ്വീകരിച്ച ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള TM ചന്ദ്രൻ, അതോടൊപ്പം തന്നെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ഷാഫി കല്ലുപറമ്പിൽ, രഞ്ജിത്ത് കൈപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പ്രവീൺ, അതോടൊപ്പം തന്നെ സതീഷ് ഇല്ലത്തുപറമ്പിൽ എന്നിവരായിരുന്നു ഇവിടെ എത്തിയത്. അവർ തന്നോട് തന്റെ പിന്തുണ തേടുന്നു. ആ സമയത്ത് താൻ നിങ്ങളെ പിന്തുണയ്ക്കുകയാണെങ്കിൽ 10-10 എന്ന നിലയിലല്ലേ ആകുകയുള്ളൂ, എങ്ങനെ ഭരണം പിടിക്കാൻ കഴിയും? കാരണം അവിടെ കോൺഗ്രസിന് 8 സീറ്റായിരുന്നു, 2 വിമതരെയും ചേർത്താൽ കോൺഗ്രസിന് 10, LDFനെ സംബന്ധിച്ച് അവർക്കും 10 സീറ്റ്. അപ്പോൾ തുല്യ നിലയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഭരണം പിടിക്കാൻ കഴിയും എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ, അതായത് BJP തങ്ങളെ സഹായിക്കുമെന്ന് ഇവർ പറഞ്ഞു എന്നുള്ളതാണ് ഔസേപ്പ് പറയുന്നത്. തനിക്ക് വർഗീയ കക്ഷികളുമായി കൂട്ടുചേരാനാകില്ല, ജനങ്ങൾക്ക് നൽകിയ വാക്ക് അതാണ്, അതുകൊണ്ട് തന്നെ വർഗീയ കക്ഷിയുമായി കൂട്ടുചേരാൻ താൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് ഇവരെ മടക്കി അയക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ ടെസ്സിയെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നതും BJP പിന്തുണയോടുകൂടി ടെസ്സിയെ വിജയിപ്പിച്ചതെന്നുള്ള ആരോപണവും അതിന്റെ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതിരോധത്തിൽ, അതായത് ഈ TM ചന്ദ്രൻ അടക്കമുള്ളവർ നടത്തിയ ഇടപെടലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിൽ കോൺഗ്രസ് ആകും എന്നുള്ള ഉറപ്പാണ്. എന്തായാലും LDFനെ സംബന്ധിച്ച് കൂടുതൽ ഊർജ്ജം പകരുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ KR ഔസേപ്പ് പറയുന്നത് ഇനിയും ഒരു കാരണവശാലും കോൺഗ്രസുമായി, മറ്റത്തൂരിലെ കോൺഗ്രസുമായി സഹകരിക്കാൻ കഴിയില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. താൻ സ്വതന്ത്ര അംഗം എന്ന നിലയിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്, അതുകൊണ്ടാണ് താൻ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചത് എന്നുകൂടി ഔസേപ്പ് പറയുന്നുണ്ട്. അതോടൊപ്പം ഇന്നലെ മറ്റത്തൂരിലെ പഴയ കോൺഗ്രസ് വാർഡ് മെമ്പർമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞിരുന്ന ഔസേപ്പ് UDFന്റെ തന്നെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതാണ്. ഔസേപ്പ് ചില രേഖകളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. UDFനെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് DCC പുറത്തുവിട്ട പട്ടികയിൽ അതിൽ ഔസേപ്പിന്റെ പേരില്ല. ഔസേപ്പിന് പകരം അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളുടെ പേരാണ് അതിനകത്ത് കൃത്യമായുള്ളത്. അത്തരത്തിൽ ഔസേപ്പ് മത്സരിച്ച ഇടങ്ങളിൽ പോലും, അതായത് ഔസേപ്പ് സ്വതന്ത്രനായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകളടക്കം ഈ ഘട്ടത്തിൽ ഔസേപ്പ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.